വെൽക്കം ടു സ്കൂൾ ഓഫ് എക്കണോമിക്സ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദ 4 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പിയാഷയുടെ തിയറിയാണ്. ഇത് കേറ്ററ്റിനൊക്കെ വളരെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിച്ചു വെക്കേണ്ട ഒരു സംഗതിയായിട്ടാണ് ഉള്ളത്. നെറ്റിനകത്ത് ഇത് വരുന്നില്ല എങ്കിൽ കൂടി മറ്റ് സെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. അന്നേരം നമുക്ക് നോക്കാം എങ്ങനെയാണ് അദ്ദേഹം ഈ തിയറി രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ ഈ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. Piaget was born in Switzerland in the late 80s and was a precocious student, publishing his first scientific paper when he was just 11 years old. അല്ലെങ്കിൽ പിയാഷെ എന്ന് ഈ മഹാനായിട്ടുള്ള ഈ എഡ്യൂക്കേഷനിസ്റ്റ് ജനിച്ചത് 1800-കളിലായിരുന്നു. ആൻഡ് വാസ് എ precarious students publishing his first scientific paper. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പേപ്പർ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് വെറും 11 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്നുള്ളത് കൗതുകകരമായ ഒരു വസ്തുതയാണ്. His early exposure to the intellectual development of children came when he worked as an assistant to Alfred Binet and Theodore Simon as they worked to standardize their famous IQ test. അല്ലെങ്കിൽ IQ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഒരു പുതിയ ഫോർമാറ്റ് കണ്ടുപിടിച്ച രണ്ട് വ്യക്തികളാണ് തിയോഡോർ സൈമണും അതേപോലെ തന്നെ ആൽഫ്രഡ് ബിനെ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രകാരന്മാർ. അന്നേരം അവരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ജിയാൻ പിയാഷെ എന്ന ഈ വ്യക്തിത്വം. Much of Piaget's interest in the cognitive development of children was inspired by his observation of his own nephew and daughter. അല്ലെങ്കിൽ പിയാഷെ എങ്ങനെയാണ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയത് അല്ലെങ്കിൽ അദ്ദേഹം ചുറ്റുപാടുകളെ നിരീക്ഷിച്ചതിൽ നിന്ന് കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തമായിട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹം ഈ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഈ നിരീക്ഷണങ്ങൾ നടത്തിയത് ആരിലായിരുന്നു? തൻ്റെ നെഫ്യൂന് അല്ലെങ്കിൽ തൻ്റെ അനന്തരവളിലും അതേപോലെ തൻ്റെ കുട്ടിയിലും അല്ലെങ്കിൽ തൻ്റെ പുത്രിയിലുമായിരുന്നു അദ്ദേഹം ഈ ഒബ്സർവേഷൻസ് നടത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഉരുത്തിരിഞ്ഞു വന്ന ആശയം എന്താണ്? ദിസ് ഒബ്സർവേഷൻ റീഇൻഫോഴ്സ്ഡ് ഹിസ് ബഡിങ് ഹൈപ്പോത്തിസിസ് ദാറ്റ് ചിൽഡ്രൻ മൈൻഡ്സ് വെയർ നോട്ട് മിയർലി സ്മാളർ വെർഷൻസ് ഓഫ് അഡൽട്ട് മൈൻഡ്സ്. അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് ബുദ്ധി വികസിച്ച ഒരു അഡൽട്ടിൻ്റെ മൈൻഡ് സെറ്റ് അല്ല സാധാരണ ഈ കുട്ടികൾക്ക് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ ഈ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. Instead, he proposed that intelligence is something that grows and develops through a series of stages. ഇത് പല സ്റ്റേജസിലൂടെയാണ് കുട്ടികളിലെ ഈ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഈ ബുദ്ധി വികാസം പ്രാപിക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഓൾഡർ ചിൽഡ്രൻ ഡു നോട്ട് ജസ്റ്റ് തിങ്ക് മോർ ക്വിക്ക്ലി ദാൻ യങ്ങർ ചിൽഡ്രൻ. അല്ലെങ്കിൽ പ്രായം കൂടിയ കുട്ടികൾ ഡു നോട്ട് ജസ്റ്റ് തിങ്ക് മോർ ക്വിക്ക്ലി ദാൻ യങ്ങർ ചിൽഡ്രനെ പോലെ ചിന്തിക്കുന്നില്ല എന്ന ഒരു കണ്ടെത്തൽ കൂടി അദ്ദേഹം നടത്തുന്നു. ഹി സജസ്റ്റഡ്, അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇൻസ്റ്റഡ് ദർ ആർ ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ്. ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഗുണമേന്മയുടെ കാര്യത്തിലായാലും ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവിൻ്റെ കാര്യത്തിലായാലും ബിറ്റ്വീൻ ദ തിങ്കിങ് ഓഫ് യങ് ചിൽഡ്രൻ വേഴ്സസ് ഓൾഡർ ചിൽഡ്രൻ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന ഒരു കണ്ടെത്തലാണ് അദ്ദേഹം നടത്തിയത്. Based on his observation അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ he concluded that അതിൻ്റെ അവസാനം അദ്ദേഹം എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്? ചിൽഡ്രൻ വെയർ നോട്ട് ലെസ് ഇന്റലിജന്റ് ദാൻ അഡൽട്സ്. അല്ലെങ്കിൽ അഡൽട്സിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ മുതിർന്നവരെക്കാളും കൂടുതൽ ഇന്റലിജൻസ് അല്ല, ദേ സിംപ്ലി തിങ്ക് ഡിഫറെൻ്റ്ലി. പക്ഷെ അവർ തിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം കണ്ടെത്തിയത്. ആൽബർട്ട് ഐൻസ്റ്റീൻ കാൾഡ് പിയാഷെറ്റ് ഡിസ്കവറി. അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും പിയാഷയുടെ ഈ ഡിസ്കവറി അല്ലെങ്കിൽ കണ്ടുപിടുത്തത്തെ എന്താണ് വിശേഷിപ്പിച്ചത്? സോ സിമ്പിൾ ഒൺലി എ ജീനിയസ് കുഡ് ഹാവ് തോട്ട് ഓഫ് ഇറ്റ്. ഒരു ജീനിയസിന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. Piaget's stage theory described the cognitive development of children. അന്നേരം പിയാഷയുടെ ഈ സ്റ്റേജ് തിയറി പറയുന്നത് കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കുട്ടികളുടെ വികസനം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ
കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് എബിലിറ്റീസ്. അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങളും അതേപോലെ അവരുടെ കഴിവുകളിലും ഓരോ സ്റ്റേജ് കഴിയും തോറും വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാം. ഇൻ പിയാഷേറ്റ്സ് വ്യൂ, അല്ലെങ്കിൽ പിയാഷയുടെ കാഴ്ചപ്പാട്, early cognitive development involves processes based upon actions and later progress to changes in mental operation. പിയാഷയുടെ വ്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, early cognitive development, അത് നേരത്തെ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രോസസ് ബേസ്ഡ് അപ്പോൺ ആക്ഷൻസ്, അത് ചില കുട്ടികളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ലേറ്റർ പ്രോഗ്രസസ് ടു ചേഞ്ച് ഇൻ മെന്റൽ ഓപ്പറേഷൻ, അത് എന്താണ്? അങ്ങനെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അവരിലെ ഭൗതികമായിട്ടുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഓരോ സ്റ്റേജസിലും കാണാൻ കഴിയുന്നത്. എന്നാലും നമുക്കിനി ഓരോ സ്റ്റേജസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ സ്റ്റേജസ് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ദോ ഹിസ് ഒബ്സർവേഷൻ ഓഫ് ഹിസ് ചിൽഡ്രൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, പിയാഷെ ഡെവലപ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അന്നേരം ഇതിനെ അറിയപ്പെടുന്നത് സ്റ്റേജ് തിയറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദാറ്റ് ഇൻക്ലൂഡഡ് 4 ഡിസ്റ്റിൻക്ട് സ്റ്റേജസ്. അതിൽ എത്ര സ്റ്റേജ് ഉണ്ട്? 4 സ്റ്റേജസ് ഉണ്ട്. അന്നേരം പിയാഷെ കൊണ്ടുവന്ന ഈ എന്താണ് ഡെവലപ്മെന്റ് തിയറിയിൽ 4 സ്റ്റേജസ് ആണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. നമുക്ക് ഓരോ സ്റ്റേജസും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ സെൻസറി മോട്ടോർ സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു എന്താണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏജസ് ബർത്ത് ടു 2 years, അതായത് 2 വർഷം, ഏകദേശം 24 മാസം, 24 months എന്ന് നമുക്ക് പറയാം. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റൽ ചേഞ്ചസ്, എന്തെല്ലാം മാറ്റങ്ങളാണ് അതിൽ വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ദ ഇൻഫന്റ് നോസ് ദ വേൾഡ് ത്രൂ ദിയർ മൂവ്മെന്റ്സ് ആൻഡ് സെൻസേഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇൻഫന്റ് അല്ലെങ്കിൽ ഈ എന്താണ് നവജാത ശിശു, അല്ലെങ്കിൽ ഈ ശിശു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഫന്റ് എന്ന് പറയുന്ന ഈ സ്റ്റേജ്, അല്ലെങ്കിൽ 24 മാസം വരുന്ന ഈ സ്റ്റേജിൽ വേൾഡ് ത്രൂ ദെയർ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവൻ എങ്ങനെ മാത്രമാണ് അറിയുന്നത്? സെൻസേഷനിലൂടെ മാത്രമാണ് അറിയുന്നത്. ചിൽഡ്രൻ ലേൺ അബൌട്ട് ദ വേൾഡ് ത്രൂ ബേസിക് ആക്ഷൻസ്, അവിടെ നടക്കുന്ന ചില, അല്ലെങ്കിൽ തൻ്റെ മാത്രം ആ ഒറ്റ ചുറ്റുപാടിൽ, അല്ലെങ്കിൽ അവന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, സച്ചാസ് സക്കിങ്, ഗ്രാസ്പിംഗ്, ലുക്കിംഗ് ആൻഡ് ലിസണിങ്, അല്ലെങ്കിൽ ചെറിയൊരു ലിമിറ്റഡ് ഏരിയയിലുള്ള കാര്യം മാത്രമേ കുട്ടി ഈ ഒരു സ്റ്റേജിൽ അറിയുന്നുള്ളൂ എന്നതാണ് വാസ്തവം. ഇൻഫന്റ് ലേൺ ദാറ്റ് തിങ്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ദോ ദേ കനോട്ട് ബി സീൻ, ഒബ്ജക്ട് പെർമനൻസ്, അല്ലെങ്കിൽ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്ന ഒരു സവിശേഷമായ ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഫസ്റ്റ് സ്റ്റേജിലാണ്. എന്താണ് ഈ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ചുറ്റില്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ കയ്യിൽ വേറൊരു കുട്ടിയുടെ കയ്യിൽ ഒരു ബോൾ ഇരിക്കുന്നു. നവജാത ശിശു ഇതിനെ കാണിച്ചുകൊണ്ട് ആ ബോള് മറയ്ക്കുന്നു. അന്നേരം അവന് തോന്നുന്നത് എങ്ങനെയാണ്? ആ ഇൻഫന്റ് ബേബിക്ക് തോന്നുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ആ ബോള് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവന് ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്ട് പെർമനൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിംഗ് ദിസ് ഏർലിയർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, infants and toddlers acquire knowledge through sensory experience and manipulating objects. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രത്യേകത ഒബ്ജക്റ്റ് പെർമനൻസ് എന്നതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഫസ്റ്റ് സ്റ്റേജിലെ ഏറ്റവും വലിയ പെക്യൂലിയാരിറ്റി എന്ത് ആണ്? ആ കുട്ടിയിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ഒരു വസ്തുതയാണ്. The cognitive development that occurs during this period takes place over a relatively short period of time and involves a great deal of growth. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ച, മെന്റൽ ഗ്രോത്ത് നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിനെ പറയാം. ഈ എന്താണ് ഏജ് ഫസ്റ്റ് 0 to 2 years എന്ന് പറയുന്ന ഈ കാലഘട്ടം. ചിൽഡ്രൻ നോട്ട് ഓൺലി ലേൺ ഹൗ ടു പെർഫോം ഫിസിക്കൽ ആക്ഷൻസ് സച്ച് ആസ് ക്രോളിംഗ് ആൻഡ് വാക്കിംഗ്, അവൻ ചെറുതായിട്ട് എഴയാൻ തുടങ്ങുന്നു, നടക്കാൻ തുടങ്ങുന്നു. ദേ ആൾസോ ലേൺ എ ഗ്രേറ്റ് ഡീൽ അബൌട്ട് ലാംഗ്വേജ്, അല്ലെങ്കിൽ അവനിൽ ലാംഗ്വേജ് ലാബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഫ്രോം ദ പീപ്പിൾ വിത്ത് whom they interact, അവൻ ആരും ആയിട്ടാണ് ഇടപെടുന്നത്,
അവരുമായിട്ട് കേൾക്കുന്ന വാക്കുകളെല്ലാം അവനെ സ്വാധീനിക്കുന്നു. ആ വാക്കുകൾ എല്ലാം ഗ്രാസ്പ് ചെയ്യാൻ ഉള്ള ഒരു ശ്രമം അവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പിയാഷെ ആൾസോ ബ്രോക്ക് ദിസ് സ്റ്റേജ് ഡൗൺ ഇൻ ടു എ നമ്പർ ഓഫ് ഡിഫറെന്റ് സബ് സ്റ്റേജ്. ഇതിനെ തന്നെ പല സബ് സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദ ഫൈനൽ പാർട്ട് ഓഫ് ദ സെൻസറി മോട്ടോ സ്റ്റേജ് ദാറ്റ് ഏർലി റെപ്രസെന്റേഷണൽ തോട്ട് എമർജൻസ്. അല്ലെങ്കിൽ ഈ സെൻസറി മോട്ടോ സ്റ്റേജിലെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും അവന്റെ ഉള്ളിൽ സെൻസറി മോട്ടോ സ്റ്റേജ് ദാറ്റ് ഏർലി റെപ്രസെന്റേഷണൽ തോട്ട് എമർജൻസ്, അവനിൽ ചില ചിന്തകൾ രൂപപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. Piaget believed that developing object permanence or object constancy, the understanding that objects continue to exist even when they cannot be seen, was an important element at this point of development. Piaget വിശ്വസിക്കുന്ന എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഡെവലപ്പിംഗ് ഒബ്ജക്ട്സ്, ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിച്ചു വരുന്ന അവന്റെ ഒബ്ജക്റ്റ് പെർമനൻസ് ഓർ ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി, അല്ലെങ്കിൽ ആ സ്ഥിരത എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഒബ്ജക്ട്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ when they cannot be seen, അത് അവനിൽ ഒരിക്കലും കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒബ്ജക്ട് പെർമനൻസ് കുറച്ചുകൂടെ ദൃഢമാവുന്ന ഒരു പീരീഡ് ആണ് ഈ 0 to 2 years എന്ന് പറയുന്നത്. വാസ് ആൻ ഇമ്പോർട്ടന്റ് എലമെന്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ഡെവലപ്മെന്റ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് കടക്കാം. നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് കടക്കുകയാണ്. സെക്കൻഡ് സ്റ്റേജിനെ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഘട്ടമാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ഏകദേശം 2 മുതൽ 7 വയസ്സ് വരെയുള്ള സമയമാണ് നമ്മൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ ഘട്ടം എന്ന് പറയുന്നത്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റൽ ചേഞ്ചസ്, അതിനകത്ത് എന്തെല്ലാം കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ചിൽഡ്രൻ ബിഗിൻ ടു തിങ്ക് സിംബോളിക്കലി ആൻഡ് ലേൺ ടു യൂസ് വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ് ടു റെപ്രസെന്റ് ഒബ്ജക്ട്സ്. അല്ലെങ്കിൽ ചിൽഡ്രൻസ് ബിഗിൻ ടു തിങ്ക് സിംബോളിക്കലി, വളരെ സിംബോളിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ആൻഡ് ലേൺ ടു യൂസ് വേർഡ്സ്, ചില പദങ്ങൾ അവൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ആൻഡ് പിക്ചേഴ്സ് ടു റെപ്രസെന്റ് ഒബ്ജക്ട്സ്, ചിത്രങ്ങളിലൂടെ ഓരോ ഒബ്ജക്ട്സിനെ അവൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നീല, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളെല്ലാം ചില ഒബ്ജക്റ്റുകൾ കണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ നിറം നീലയാണ്, അല്ലെങ്കിൽ അതിന്റെ നിറം ചുവപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പെയ്യെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഘട്ടം. ചിൽഡ്രൻ അറ്റ് ദിസ് സ്റ്റേജ് ടെൻഡ് ടു ബി ഈഗോസെൻട്രിക് ആൻഡ് സ്ട്രഗിൾ ടു സീ തിങ്സ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് അതേഴ്സ്. ഒരു ഈഗോസെൻട്രിസം, എൻ്റേത് എന്ന ഒരു ഭാവം അവനിലോട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു വിമുഖത ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റേജിനെ പറയാം, അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിനെ പറയാം. While they are getting better with language and thinking, കുറച്ചുകൂടെ അവരുടെ ലാംഗ്വേജ് ലാബ് വളരുന്നു, ആൻഡ് തിങ്കിങ്, ചിന്തിക്കാൻ കുറച്ചുകൂടെ കഴിയുന്നു. They still tend to think about things in very concrete terms. കോൺക്രീറ്റ് ടേംസ് ആയിട്ടുള്ള രീതിയിൽ അവൻ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത് ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഘട്ടം. The foundation of language development may have been laid. അന്നേരം നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവനിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭാഷാപരമായ വിജ്ഞാനം അവനിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പിയാഷെയുടെ ഈ സ്റ്റേജിലെ അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ പറയുന്ന കാര്യം. ദ എമർജൻസ് ഓഫ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഹോൾമാർക്സ് ഓഫ് ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഇതിലെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് അവന് ലാംഗ്വേജ് ലാബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ സെക്കൻഡ് സ്റ്റേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചിൽഡ്രൻ ബിക്കം മച്ച് മോർ സ്കിൽഡ് അറ്റ് പ്രിറ്റൻഡ് പ്ലേ ഡ്യൂറിംഗ് ദി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അവന് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന ഒരു നാട്യം അവനിലുണ്ടാകുന്നു. ഇറ്റ് കണ്ടിന്യൂ ടു തിങ്ക് വെരി കോൺക്രീറ്റ്ലി അബൌട്ട് ദ വേർഡ്സ് അറൗണ്ട് ദം. അവന് ചുറ്റുപാടുള്ള കാര്യങ്ങളെ കോൺക്രീറ്റ് ആയിട്ട് ചിന്തിക്കുന്നു. അറ്റ് ദി സ്റ്റേജ് കിഡ്സ് ലേൺ ത്രൂ പ്രിറ്റൻഡ് പ്ലേ ബട്ട് സ്റ്റിൽ സ്ട്രഗിൾ വിത്ത് ലോജിക് ആൻഡ് ടേക്കിംഗ് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അതേഴ്സ് പീപ്പിൾ. അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ തന്നെ കിഡ്സ് അല്ലെ കുട്ടികൾ ലേൺ ചെയ്യുന്നു എങ്ങനെ ത്രൂ പ്രിറ്റൻഡ് പ്ലേ ബട്ട് സ്റ്റിൽ സ്ട്രഗിൾ. അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാവുന്നു, ഒരുപാട് നാട്യം നടത്തുന്നു വിത്ത് ലോജിക് ആൻഡ് ടാക്കിംഗ് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് അതേഴ്സ് പീപ്പിൾ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒക്കെ അല്ലെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണിത്. ദേ ആൾസോ ഓഫൻ സ്ട്രഗിൾ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റൻസി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കോൺസ്റ്റൻസി എന്ന് പറയുന്ന, അല്ലെ അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ ഓഫ് കോൺസ്റ്റൻസി എന്ന് പറയുന്ന ഐഡിയ
അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറയുന്ന ഒരു ഐഡിയ അവനിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് എ റിസർച്ചർ മൈറ്റ് ടേക്ക് എ ലംബ് ഓഫ് ക്ലേ ഡിവൈഡ് ഇറ്റ് ഇൻടു ടു ഈക്വൽ പീസ്. ഒരു റിസർച്ചർ എന്താണ് ഒരു ക്ലേ കുഴയ്ക്കുന്നു അല്ലെങ്കിൽ കളിമണ്ണ് കുഴയ്ക്കുന്നു, ഡിവൈഡ് ഇറ്റ് ഇൻടു ടു ഈക്വൽ പീസസ്, അതിനെ രണ്ടായിട്ട് മുറിക്കുന്നു. ആൻഡ് ദെൻ ഗീവ് എ ചൈൽഡ് ദ ചോയ്സ് ബിറ്റ്വീൻ ടു പീസസ് ഓഫ് ക്ലേ ടു പ്ലേ വിത്ത്. അത് രണ്ടും കളിക്കാൻ കൊടുക്കുന്നു. വൺ പീസ് ഓഫ് ക്ലേ ഈസ് റോൾഡ് ഇൻടു എ കോമ്പാക്ട് ബാൾ വൈൽ അതർ ഈസ് സ്മാഷ്ഡ് ഇൻടു എ ഫ്ലാറ്റ് പാൻകേക്ക് ഷേപ്പ്. ഒരെണ്ണത്തിന് ഒരു ഉരുണ്ട ഷേപ്പിൽ കൊടുക്കുന്നു, മറ്റേതിന് ഒരു പാൻകേക്ക് ഷേപ്പിൽ കൊടുക്കുന്നു. സെൻസ് ദ ഫ്ലാറ്റ് ഷേപ്പ് ലുക്സ് ലാർജർ. ആ ഫ്ലാറ്റ് ഷേപ്പ് അവന് വലുതായിട്ട് തോന്നും. ഒരേ അളവിലാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 ഗ്ലാസ് നമ്മൾ എടുക്കുന്നു, ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നു, ആ 2 ഗ്ലാസിന്റെ വലിപ്പം വ്യത്യസ്തമാണ്, പക്ഷെ അളവിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അവൻ വിചാരിക്കുന്നത് എന്താണ്, കൂടുതൽ ഉള്ള ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ആ എന്താണ് വലിയ ഗ്ലാസ്സിൽ വെള്ളമാണ് കൂടുതൽ എന്ന് തെറ്റിദ്ധരിക്കുന്നു. അത് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജാണ്. തേർഡ് സ്റ്റേജിനെ പറ്റിയുള്ള കാര്യമാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് നമ്മളിപ്പം പരിചയപ്പെട്ടത്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ഐഡിയാസ് അവൻ്റെ മൈൻഡിലോട്ട് വരുന്ന ഒരു കാലഘട്ടം. അന്നേരം മേജർ അതെന്ന് പറയുന്ന ഏജ് 7 to 11 ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിനുള്ള പ്രായം എന്ന് പറയുന്നത് 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത്, ദ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റൽ ചേഞ്ചസ്. ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സ്വഭാവപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം അവനിൽ ഉണ്ടാകുന്നു. ഡ്യൂറിങ് ദി സ്റ്റേജ് ചിൽഡ്രൻ ബിഗിൻ ടു തിങ്കിങ് ലോജിക്കലി. വളരെ ലോജിക്കലായിട്ട് അല്ലെങ്കിൽ യുക്തിപരമായിട്ട് അവൻ ഓരോ കാര്യങ്ങളെയും ചിന്തിക്കാൻ തുടങ്ങുന്നു. അബൌട്ട് കോൺക്രീറ്റ് ഇവന്റ്സ്, ഓരോ സംഭവങ്ങളെയും അവൻ യുക്തിയുടെ മൂശയിലിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനെ പറയാം. ദേ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ് ഓഫ് കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ that the amount of liquid in a short white cup is equal to that in a tall skinny glass, for example. They begin to understand the concept of conservation. അല്ലെങ്കിൽ എന്തും സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ കൺസർവ് ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ദ എമൗണ്ട് ഓഫ് ലിക്വിഡ് ഇൻ എ ഷോർട്ട്, അല്ലെങ്കിൽ ഒരു ദ്രാവകം ഷോർട്ട്, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, ഇൻ എ ഷോർട്ട് വൈറ്റ് കപ്പ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഇൻ എ ടാൾ സ്കിന്നി ഗ്ലാസ്, ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എമൗണ്ട് ഓഫ് ലിക്വിഡ് ഇൻ എ ഷോർട്ട്. ഒരു ദ്രാവകം നമ്മൾ വളരെ ഷോർട്ടായിട്ട് എടുക്കുന്നു, ഒരു വൈഡ് കപ്പ് അല്ലെങ്കിൽ വീതിയുള്ള ഒരു കപ്പിൽ എടുക്കുന്നു, ഈസ് ഈക്വൽ ടു ദാറ്റ് ഇൻ എ ടാൾ, അതൊരു ടാൾ കപ്പിലും എടുക്കുന്നു, സ്കിന്നി ഗ്ലാസ് ഫോർ എക്സാമ്പിൾ. ദെയർ തിങ്കിങ് ബിക്കംസ് മോർ ലോജിക്കൽ ആൻഡ് ഓർഗനൈസ്ഡ്. അന്നേരം അവന് മനസ്സിലാവും ഇതിൽ രണ്ടിലും ഇരിക്കുന്ന എന്താണ് ജലത്തിന്റെ അളവ് അല്ലെങ്കിൽ ആ ദ്രാവകത്തിന്റെ അളവ് തുല്യമാണ് എന്ന് അവന് മനസ്സിലായി. കാര്യം അവനിൽ എന്ത് വന്നു, ലോജിക്കലായിട്ടുള്ള തിങ്കിങ് വന്നു. അപ്പം രണ്ടാമത്തെ സ്റ്റേജിനെ അപേക്ഷിച്ച് എന്താണ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയ അവനിൽ ഉറച്ചു തുടങ്ങി എന്ന് നമുക്ക് വിലയിരുത്താം. ചിൽഡ്രൻ ബിഗിൻ യൂസിങ് ഇൻഡക്റ്റീവ് ലോജിക്. ഇൻഡക്റ്റീവ് എന്ന് പറയും, ഇൻഡക്റ്റീവ് ഉണ്ട്, ഡിഡക്റ്റീവ് ഉണ്ട്. ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് ചെറുതിൽ നിന്ന് വലുതിലോട്ടും, ഓർ റീസണിങ് ഫ്രം സ്പെസിഫിക് ഇൻഫർമേഷൻ ടു എ ജനറൽ പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ ഒരു ജനറൽ പ്രിൻസിപ്പിളിനെ അവൻ റീസൺ ചെയ്യുന്നത് ഒരു ഇൻഡക്റ്റീവ് ലോജിക് ഉപയോഗിച്ചാണ്. While children are still very concrete and literal in their thinking, at this point in development they become much more adept at using logic. ലോജിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ യുക്തി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. എന്താ, thinking becomes much more logical during the concrete operational stage. കൂടുതൽ ലോജിക്കായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ് എന്തെന്ന് പറയുന്നത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ അവസ്ഥ. ഇറ്റ് ക്യാൻ ആൾസോ ബി വെരി റിജിഡ്. കിഡ്സ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ഡെവലപ്മെന്റ് ടെൻഡ് ടു സ്ട്രഗിൾ വിത്ത് അബ്സ്ട്രാക്ട് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ്. ഈ സമയത്ത് അവൻ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ അവൻ്റെ മെന്റൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് വിത്ത് അബ്സ്ട്രാക്ട് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ്. അബ്സ്ട്രാക്ട് ആയിട്ടുള്ളതും അതേപോലെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്ന ഒരു പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. During this stage, children also become less egocentric and they begin to think about how other people might think and feel. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അവൻ ആ ഈഗോസെൻട്രിസം എന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുമാറി എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു, ടു തിങ്കിങ് അബൌട്ട് ഹൗ അതർ പീപ്പിൾ മൈറ്റ് തിങ്ക് ആൻഡ് ഫീൽ. മറ്റുള്ള ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. Kids in the concrete operational stage also begin to understand that their thoughts are unique to them
and that not everyone else necessarily shares their thoughts, feelings and opinions. മറ്റുള്ളവരുമായിട്ട് അവൻ്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും എല്ലാം അവൻ ഷെയർ ചെയ്യുന്ന ഒരു ഘട്ടമാണ് എന്ന് പറയുന്നത് ഈ ഇത് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന അവസ്ഥ. ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ദ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഏജ് 12 ആൻഡ് 12 മുതൽ അതിൽ കൂടുതലുള്ള കാലഘട്ടമാണ് ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന അടുത്ത ഘട്ടം. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റൽ ചേഞ്ചസ്, ഒരുപാട് സ്വഭാവപരമായിട്ടുള്ളതും വികസനപരമായിട്ടുള്ളതുമായിട്ടുള്ള മാറ്റങ്ങൾ അവനിൽ ഉണ്ടാവുന്നു. At this stage, the adolescent or young adult begins to think abstractly and reason about hypothetical problems. അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവന് കഴിയുന്നു. അബ്സ്ട്രാക്ട് തോട്ട് എമർജ്, അവൻ്റെ ഉള്ളിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചിന്തകൾ രൂപം കൊള്ളുന്നു. ടീൻസ് ബിഗിൻ ടു തിങ്ക് മോർ അബൌട്ട് മോറൽ, ഫിലോസഫിക്കൽ, കൂടുതൽ എന്താണ് മോറലായിട്ട്. മോറൽ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ധാർമ്മികമായി ചിന്തിക്കാനും ഫിലോസഫിക്കലായിട്ട് തത്വചിന്തപരമായിട്ട് ചിന്തിക്കാനും എത്തിക്കലായിട്ട് ചിന്തിക്കാനും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, സോഷ്യലി സാമൂഹ്യപരവും എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവൻ ഇടപെടാൻ തുടങ്ങുന്നു. ദാറ്റ് റിക്വേഴ്സ് തിയററ്റിക്കൽ ആൻഡ് അബ്സ്ട്രാക്ട് റീസണിങ്, അവിടെ തിയററ്റിക്കൽ ആയിട്ടുള്ളതും അബ്സ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള റീസണിങ്ങും അവനിൽ ഉണ്ടാകും. ബിഗിൻസ് ടു യൂസ് ഡിഡക്റ്റീവ് ലോജിക്, ഇവിടെ അവൻ ഡിഡക്റ്റീവ് ലോജിക്കും ഉപയോഗപ്പെടുത്തും. അതായത് സിമ്പിൾ ടു കോംപ്ലക്സിൽ നിന്നും കോംപ്ലക്സ് ടു സിമ്പിൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആയാലും അവൻ്റെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളായാലും അവന് ചെയ്യാൻ കഴിയുന്നു. ഏത് കാലഘട്ടം എന്ന് പറഞ്ഞാൽ 12 മുതൽ മുകളോട്ടുള്ള കാലഘട്ടം. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് പിയാഷെറ്റ് തിയറി ഇൻവോൾവ്സ് ആൻ ഇൻക്രീസ് ഇൻ ലോജിക്, ദ എബിലിറ്റി ടു യൂസ് ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ്. അവനിൽ അബ്സ്ട്രാക്ട് ഐഡിയാസും വരുന്ന ഒരു കാലഘട്ടമാണ്. അറ്റ് ദിസ് പോയിന്റ് പീപ്പിൾ ബിക്കംസ് കേപ്പബിൾ ഓഫ് സീയിങ് മൾട്ടിപ്പിൾ പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ടു പ്രോബ്ലംസ്, അല്ലെങ്കിൽ പല വിഷയങ്ങളിലും തിങ്ക് ചെയ്ത് തീരുമാനം അല്ലെങ്കിൽ ചിന്തിച്ച് തീരുമാനം എടുക്കാനും മോർ സയന്റിഫിക്കലി അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം, അവൻ്റെ ചുറ്റുമുള്ള ലോകത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അവന് കഴിയുന്നു. The ability to thinking about abstract ideas. It is important to note that Piaget did not view children's intellectual development as a quantitative process. ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ്സിലല്ല അദ്ദേഹം ഈ 4 സ്റ്റേജസിലൂടെയും കടന്നു പോയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് അദ്ദേഹം കടന്നു പോയിട്ടുള്ളത് അവൻ്റെ ക്വാളിറ്റിയാണ് ഓരോ ഘട്ടത്തിലും അദ്ദേഹം കണ്ടിട്ടുള്ളത്. ദാറ്റ് ഈസ് കിഡ്സ് നോട്ട് ജസ്റ്റ് ആഡ് മോർ ഇൻഫർമേഷൻ ആൻഡ് നോളജ് ടു ദെയർ existing knowledge as they get older. Instead, Piaget suggested that there is a qualitative change in how children think as they gradually process through these 4 stages. A child at stage 7 doesn't just have more information about the world than he did at the age 2. There is a fundamental change in how to think about the world. അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലൂടെയും അവൻ കടന്നു വരുമ്പോൾ അവനിൽ ഉള്ള മാറ്റം വ്യക്തമായിട്ട് അദ്ദേഹം നിരീക്ഷണങ്ങളിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുക്കളെയും അദ്ദേഹത്തിൻ്റെ തന്നെ മകളെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനന്തരവളെയും നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തിയറി എന്ത് ബേസിൽ അദ്ദേഹം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു സയൻറ്റിഫിക് ബേസിൽ ഉള്ള ഒരു തിയറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പിയാഷെയുടെ ഈ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയെ പറയാം. ഇത് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം.